ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടെ കർത്താവിന്റെ ദിവ്യ സുവിശേഷമായി നിങ്ങളുടെ സന്നിധിയിൽ വരുവാനും ഈ ദിവ്യ സുവിശേഷം ലോകമെമ്പാടുമുള്ള മലയാളികളുമായി പങ്കിടുവാനും എനിക്ക് ദൈവം തന്ന അവസരത്തിനായി ഞാൻ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ഉൽപ്പത്തി പുസ്തകമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 12 ഗോത്രങ്ങൾക്കും ഇസ്രായേൽ നൽകുന്ന അനുഗ്രഹങ്ങളാണ് ഇപ്പൊ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അനുഗ്രഹം ക്രിസ്തേശുവിൽ കൊണ്ട് നമുക്കും എങ്ങനെ പ്രാപിക്കാം എന്നതിന് വേണ്ടിയാണ് നാം ഇത് പഠിക്കുന്നത്. എന്തിനാണ് ചരിത്രം പഠിക്കുന്നത് എന്ന് മാത്രം ചോദിക്കരുത്. നാം ചരിത്രമല്ല പഠിക്കുന്നത്, നാം നമുക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്. പക്ഷെ നാം നമ്മുടെ പഠനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഏതൊരു കാര്യത്തിൽ നാം ഇടപെടുന്ന പോലെ തന്നെ നമുക്കൊരു പ്രാർത്ഥന ആവശ്യമുണ്ട്, നമുക്കൊരു മധ്യസ്ഥ പ്രാർത്ഥന ആവശ്യമുണ്ട്. ഈ തവണ നാം പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്ന നാം ലോക സമാധാനത്തിന് വേണ്ടിയാണ്. ലോക സമാധാനം എന്നൊരു മരീചിയാണെന്ന് നമുക്കറിയാം. അതിങ്ങനെ നീണ്ടു പോവുകയാണ്. അത് ദൈവത്തിന്റെ നിശ്ചയമായിരിക്കാം, ദൈവത്തിന്റെ തീരുമാനമായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും പ്രാർത്ഥിക്കുക എന്ന് നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നതാണ്. നമ്മുടെ ഉത്തരവാദിത്തമാണ്. പ്രവർത്തിക്കുക എന്ന് ദൈവത്തിന്റെ അനന്തമായ പരിജ്ഞാനത്തിൽ വിസ്ഡത്തിൽ നിൽക്കുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട കാര്യം പോലുമില്ല. നാം അവന്റെ സൃഷ്ടിയാണ്. നമ്മോട് പറഞ്ഞിരിക്കുന്നു പ്രാർത്ഥിക്കാൻ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവേ, നിന്റെ സന്നിധിയിൽ ഇതാ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. നിന്റെ മക്കൾ കടന്നു വന്നിരിക്കുന്നു. അപ്പ നീ നിന്റെ മക്കൾക്ക് ജീവിക്കാനായി തന്നിരിക്കുന്ന ഈ ഭൂമി, ഹല്ലേലൂയ, ഈ കോസ്മോസ് ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. ഇവിടെ കർത്താവെ, മുൻ ബന്ധത്തെക്കാൾ ഉപരിയായി വീണ്ടും ഒരു ലോക മഹായുദ്ധത്തിലെ വക്കിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ എല്ലാം അശാന്തി, അസമാധാനം, അല്ലെങ്കിൽ കൊലപാതകങ്ങൾ, വെടിവെച്ചു കൊല്ലുന്നു, യുദ്ധങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. ഓരോ ദിവസം തോറും യുദ്ധം കൂടിക്കൊണ്ടിരിക്കുകയാണ്, കലാപങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, പ്രക്ഷുബ്ധമായ അന്തരീക്ഷങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. റഷ്യ ഉക്രൈനിൽ തുടങ്ങിയ യുദ്ധമാണ്. അത് അവിടെ നിന്ന് വ്യാപിച്ച് ഇസ്രായേലിലേക്ക് കടന്നു. ഇസ്രായേലും പാലസ്തീനും തമ്മിലായി. പാലസ്തീൻ ജോർദാനായി. ജോർദാൻ അവിടെ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് ഇപ്പോ വീണ്ടും ഇറാനിലേക്കും അവിടുന്ന് ഹൂഥികളിലേക്കും അവിടുന്ന് ഇപ്പൊ വീണ്ടും മാറി ഖത്തറിലേക്ക് മാറിയിരിക്കുന്നു. ഇത് മിഡിൽ ഈസ്റ്റിനെ പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ലോകത്തിന്റെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ജെറുസലേമിന് ചുറ്റുമുള്ള ഏതാണ്ട് ഒരു 2500 അല്ലെങ്കിൽ 5000 കിലോമീറ്റർ ഡയമീറ്ററും മൊത്തം അസ്വസ്ഥ ബാധിതമായിരിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ ശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു, സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ രാജ്യങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ. നിന്റെ വരവാസന്നമായിരിക്കുമ്പോൾ നിന്റെ കാലുകൾ, ഹല്ലേലൂയ, ഒലിവുമലയിൽ വെക്കുവാൻ കാലമായി എന്ന് ഞങ്ങൾക്കറിയാം. പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവചനങ്ങൾ മുഴുവൻ നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ നിവൃത്തിയായി കഴിഞ്ഞ ഈ സമയത്ത് നിന്റെ വരവിന് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് കർത്താവേ, ഈ ലോകത്ത് സമാധാനം ഉണ്ടാകട്ടെ, ശാന്തി ഉണ്ടാകട്ടെ. എല്ലാ നേതാക്കന്മാരുടെ ഉള്ളിൽ കർത്താവേ ദൈവിക സമാധാനം തരണമേ അപ്പ. ഹല്ലേലൂയ. ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് സമാധാനത്തിന്റെ ഉറവിടം, the source of peace is from the Lord Jesus Christ. വേറെ എങ്ങും നിന്ന് സമാധാനം കിട്ടില്ല. സമാധാനം കാശ് കൊടുത്താൽ കിട്ടുന്ന ഒന്നല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് സമാധാനത്തിന്റെ ഉറവയിലേക്ക്, സമാധാനത്തിന്റെ ഉറവെങ്കിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. അവൻ കാൽവറി കുരിശിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തമാണ്. നമുക്ക് ആ കാൽവറിയിലേക്ക് കടന്നു വന്ന്, ദൈവമേ, നിന്റെ സന്നിധിയിലേക്ക് ഇതാ ഞങ്ങൾ മുട്ടുകുത്തുന്നു അപ്പ. ലോകത്തിനായി ഞങ്ങൾ ഇടിവിൽ നിൽക്കുന്നു അപ്പ. ഓരോ രാജ്യത്തിനായി ഇടിവ് നിൽക്കുന്നു അപ്പ. ഇസ്രായേലിനായി ഞങ്ങൾ മുടിവിൽ നിൽക്കുന്നു അപ്പ. നിന്റെ മക്കളാണപ്പ അവര്. ഹല്ലേലൂയ. നീ തെരഞ്ഞെടുത്ത മക്കളാണ്. അബ്രഹാമിന്റെ മക്കൾ, ഇസ്ഹാക്കിന്റെ മക്കൾ, യാക്കോബിന്റെ മക്കൾ. ഹല്ലേലൂയ. ഞങ്ങൾ യാക്കോബ് തന്റെ 12 ഗോത്രങ്ങളെയും ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ തന്റെ സന്നിധിയിൽ നിൽക്കുന്നു അപ്പ. ഞങ്ങൾ നിന്റെ മക്കൾക്ക് അനുഗ്രഹിക്കുന്നു. അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹമാണ്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവെ, ഞാൻ നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്ത് സമാധാനത്തിനും ശാന്തിക്കുമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും ഒരിക്കൽ കൂടെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പഠനത്തിലേക്ക് വീണ്ടും വരാം. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായമാണ്. 49-ാം അധ്യായത്തിൽ 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് യഹൂദയെ അനുഗ്രഹിക്കുന്നത്. ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇസഹാക്ക് യാക്കോബിനെ പണ്ട് അനുഗ്രഹിച്ച പോലെ ഓൾമോസ്റ്റ് സകല അനുഗ്രഹങ്ങളും യഹൂദയ്ക്ക് കൊടുക്കുകയാണ്. യഹൂദയ്ക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളുടെ ആകെ തുക നോക്കിയാൽ ബാക്കി 11 ഗോത്രങ്ങളും കിട്ടുന്ന ഒന്നുമല്ലെന്ന് നമുക്ക് കാണാൻ പറ്റും. അത്രയ്ക്ക് വിപുലമായ, അത്രയ്ക്ക് ഭയങ്കരമായ, അതിശക്തമായ അനുഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ പ്രവചനങ്ങളുടെ ദൂതുകളാണ് ഇസ്രായേലിൽ കൂടെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. ഇത് യാക്കോബിന്റെ ഒരു പ്രവചനം അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പ്രവചനം നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ആ സമയത്ത് പരിശുദ്ധാത്മാവ് ഭാവിയിൽ ലോകത്തിന്റെ അവസാനം വരെ ലോകത്തിൽ എന്ത് സംഭവിക്കാനിരിക്കുന്നു, അതിൽ ഈ 12 ഗോത്രങ്ങൾക്കുള്ള
പങ്ക് എന്താണ് എന്ന് വളരെ വിശദമായി സവിസ്തരം സംശയ ലേശമനെ നമുക്ക് മനസ്സിലാക്കണം. ഈ 12 ഗോത്രങ്ങളുടെ അനുഗ്രഹങ്ങൾ നാം പഠിച്ചിട്ട് നമുക്ക് മനസ്സിലാകും ഇന്നും ലോകം ചുറ്റുന്നത് ഈ അനുഗ്രഹങ്ങളുടെ ചുറ്റുമാണ്, അല്ലെങ്കിൽ ഇസ്രായേലിന് ചുറ്റുമാണ് ലോകം ഇന്നും കറങ്ങുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു അതിശയോക്തി പ്രയോഗമല്ല, പക്ഷെ സത്യത്തില് വളരെ രൂഢമൂലമായി അല്ലെങ്കിൽ ആഴത്തിൽ ലോക ചരിത്രം പഠിക്കുന്നവർക്കറിയാം ലോക ചരിത്രം ഒരു പക്ഷേ ഇസ്രായേലിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇസ്രായേലിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ചരിത്രമില്ല. അത് 1-ാം ലോക മഹായുദ്ധത്തിൽ കടന്നാലും 2-ാം ലോക മഹായുദ്ധത്തിൽ കടന്നാലും ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളിലേക്ക് നടന്നാലും എല്ലാം എവിടെയെങ്കിലും ഒക്കെ എങ്ങനെയെങ്കിലും ഒക്കെ ആയിട്ട് ഇസ്രായേലിന് അതിനൊരു പങ്കുണ്ട്. ഹല്ലേലൂയ. അല്ലെങ്കിൽ വേണ്ട AD 70 ജെറുസലേം കീഴടക്കുവാനായി റോമൻ സൈന്യം വന്നപ്പോൾ അവിടെ നടന്ന യുദ്ധം നമുക്കറിയാം. അങ്ങനെ റോമൻ സാമ്രാജ്യത്തിന്റെ എക്സ്പാൻഷൻ പോലും യഹൂദ ജനവുമായി അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് നാം ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന്റെ ആ വ്യാപ്തി നാം മനസ്സിലാക്കണം. അവരപ്പൻ 12 മക്കളെ അനുഗ്രഹിച്ചു എന്ന രീതിയിൽ എടുക്കരുത്. ഇത് നമുക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ഈ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നതാണ്. പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന പോലെ അബ്രഹാമിന്റെ അനുഗ്രഹം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി ജാതികൾക്ക് ലഭിക്കേണ്ടതിന്, ജാതികളായ നാം ഓരോരുത്തർക്കും ഈ അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹങ്ങൾ ലഭിക്കേണ്ടതിന് അവൻ കൃപ അരുളിച്ചിരിക്കുന്നു. അവൻ മഹാകൃപാലുവായിരിക്കുന്നു, ദയവാലുവായിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് യൂദയുടെ അനുഗ്രഹങ്ങളിലേക്ക് കടക്കാം. നാം യൂദയ്ക്ക് കൊടുത്ത 4 അനുഗ്രഹങ്ങളെ കുറിച്ച് നാം ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും, നിന്റെ കൈ ശത്രുവിടെ കഴുത്തിലിരിക്കും, നിന്റെ സഹോദരങ്ങൾ നിന്നെ നമസ്കരിക്കും, നീ ഒരു ബാലസിംഹമാണ്. ഹല്ലേലൂയ. പതുങ്ങി സിംഹി പോലെയും സിംഹം പോലെയും കിടക്കും, അവനെ ആർ എഴുന്നേൽപ്പിക്കും. അതാണ് 5-ാമത്തെ അനുഗ്രഹം. ഹല്ലേലൂയ. അവനെ ആർ എഴുന്നേൽപ്പിക്കും. അതെ, ഇര പിടിച്ച് വിഴുങ്ങി ഇങ്ങനെ എന്താ പറയാ സ്വസ്ഥം. നമുക്ക് ഈ ഡിസ്കവറി ചാനലൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇര പിടിച്ച് തിന്ന് തൃപ്തനായി ഇങ്ങനെ ഈ നാക്കും കൊണ്ട് ചുണ്ടുമൊക്കെ ശരിയാക്കി കിടക്കുന്ന ആ മൃഗരാജിന്റെ ഒരു കിടപ്പുണ്ട്. എത്ര റോയലാണത്. അതേ സമയത്ത് അവനിങ്ങനെ അവനും അലുപക്ഷ സിംഹത്തിന്റെ കുടുംബവും ഒരുപക്ഷെ കൂടെ കാണാൻ പറ്റും. ചില സമയങ്ങളിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് മറ്റു മൃഗങ്ങളൊക്കെ അതിലേക്ക് ചിലപ്പോൾ ഓടിച്ചാടി വരും. പക്ഷെ മൃഗരാജിനെ കാണുന്ന അവ ഒറ്റയടിക്ക് വട്ടാൻ തിരിഞ്ഞ് വേറെ ഡയറക്ഷനിലേക്ക് പോകും. അവനെ ഉണർത്താൻ അല്ലെങ്കിൽ ഇങ്ങനെ മയങ്ങി കിടക്കുന്ന സിംഹത്തെ ഉണർത്താൻ ആരും വരില്ല. സിംഹത്തിന്റെ അടുത്ത് വന്നിട്ട് എന്താ സിംഹം ചേട്ടാ ഉറങ്ങുകയാണെന്ന് അവൻ ജയിക്കില്ല. മറ്റു മൃഗങ്ങളൊക്കെ ഉറങ്ങി കിടന്നാൽ വേറെ എല്ലാ മൃഗങ്ങളും അതിന്റെ സമീപത്തൂടെ പോകും. ഹല്ലേലൂയ. അപ്പൊ സിംഹത്തെ ഉണർത്താൻ ആരും ധൈര്യപ്പെടാറില്ല. കാരണം ഉണർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പോകുന്ന അവന്റെ ജീവൻ തന്നെയായിരിക്കും. ആ നിമിഷം ചിലപ്പോൾ കടിച്ചു കീറാം. അതുകൊണ്ട് മൃഗരാജിനെ ഉണർത്താൻ ആരും പോകാറില്ല. അതുപോലെ ഉറങ്ങിക്കിടക്കുന്ന ഇസ്രായേലിനെ ഉണർത്താൻ ആരും ധൈര്യപ്പെടാറില്ല. ധൈര്യപ്പെട്ടവർക്കൊക്കെ അതിൻ്റെതായ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഉണ്ടായതിന്റെ പിറ്റേ വർഷമുള്ള യുദ്ധങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, അതവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് എന്താ പറയാ, ആ രാജ്യങ്ങളിൽ ഇസ്രായേൽ നേരിട്ട യുദ്ധങ്ങളിലേക്കൊന്നും അല്ല നമ്മുടെ വിഷയം. അതുകൊണ്ട് നാം ഇവിടെ അനുഗ്രഹങ്ങളിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഹല്ലേലൂയ. പതുങ്ങിയ സിംഹം പോലെ കിടക്കും, ആർ അവനെ എഴുന്നേൽപ്പിക്കും. അതുകൊണ്ട് അവകാശമുള്ളവൻ വരുവോളം രാജദണ്ഡ് അവന്റെ കയ്യിൽ നിന്നും നീങ്ങിപ്പോകയില്ല. അതാണ് ഏറ്റവും വലിയ അധികാരം. ഹല്ലേലൂയ. അവകാശമുള്ളവൻ വരുവോളം രാജദണ്ഡ് എന്ന് പറഞ്ഞാൽ ഭരണത്തിന്റെ ആ ദണ്ഡ് അല്ലെങ്കിൽ അധികാരം നിന്റെ കയ്യിൽ നിന്നും നിന്റെ കാലുകളുടെ ഇടയിൽ നിന്നും മാറിപ്പോകയില്ല. ഹല്ലേലൂയ. ആരാണ് ഈ അധികാരമുള്ളവൻ? അവൻ എന്നാണ് വരുന്നത്? അല്ലെ, വളരെ സന്തോഷമുള്ള ആരെ കുറിച്ചാണ് യാക്കോബ് ഇവിടെ പ്രസംഗിക്കുന്നത്, അല്ലെങ്കിൽ ഇസ്രായേൽ ഇവിടെ പ്രവചിക്കുന്നത്? അധികാരമുള്ളവൻ വരുമ്പോഴും രാജദണ്ഡ് നിന്റെ കാലുകളുടെ ഇടയിൽ നീങ്ങിപ്പോകില്ല എന്ന് പറഞ്ഞാൽ നീ അധികാരമുള്ളവൻ വരുമ്പോഴും നീ രാജാവായിരിക്കും. ആരാണ് ഈ അധികാരമുള്ളവൻ? കർത്താവായ യേശു ക്രിസ്തു. അതെ, സകലത്തിനുമുടയവനായ സകലത്തിന്റെ സൃഷ്ടാവായ കർത്താവ് സകലത്തിന്റെ അധികാരിയായിരിക്കുന്നു. ഹല്ലേലൂയ. കൊലോസ്യർ പറയും പോലെ അവൻ ദൈവത്തിന്റെ പ്രതിരൂപമാണ്. സ്വർഗത്തിലുള്ളതാകട്ടെ ഭൂമിയിലുള്ളതാകട്ടെ ദൃശ്യമായതാകട്ടെ അദൃശ്യമായതാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലതും അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരുന്നു. എഫേസ്യരിലെ കണക്കും പറയുമ്പോൾ അവൻ സകലത്തെയും നിറയ്ക്കുന്നതിന്റെ നിറവായ തലയാക്കി സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു അവനെ. ഹല്ലേലൂയ. അതെ, സഭയുടെ തലയാണവൻ, സകലത്തിന്റെയും സൃഷ്ടാണവൻ, ദൈവത്തിന്റെ പ്രതിരൂപമാണവൻ, ആദ്യ ജാതനാണവൻ, തൃത്വത്തിൽ ഒരുവനാണവൻ. അങ്ങനെ സർവ്വതും തികഞ്ഞു നിൽക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സിംഹാസനത്തിൽ വാഴുന്ന, പിതാവിനോടൊപ്പം പിതാപുത്ര പരിശുദ്ധാത്മാവോട് കൂടെ വാഴുന്ന സ്വർഗസ്ഥനായ പുത്രൻ ഭൂമിയിലേക്ക് വരുവോളം, അധികാരമുള്ളവൻ വരുവോളം രാജദണ്ഡ് നിന്റെ കയ്യിൽ നിന്ന് മാറിപ്പോയി. ഇതിനേക്കാൾ കൂടി ഒരു അധികാരം
ഈ യഹൂദയ്ക്ക് കിട്ടാനുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. ബാക്കി എന്തെല്ലാം അധികാരം ഉണ്ടായാലും ഒരു രാജ്യത്ത് നമുക്ക് സർവ്വ അധികാരങ്ങളും രാജാവിന്റെ അധികാരത്തിന് കീഴിലാണ്. രാജാവ് എന്ന് പറഞ്ഞാൽ അപ്രമാദിത്യനാണ്, അൺക്വസ്റ്റ്യനബിൾ ആണ്, ചോദ്യം ചെയ്യപ്പെടാനാത്ത അധികാരത്തോടു കൂടിയാണ് രാജാവ്. ജനാധിപത്യത്തിൽ നമുക്ക് പ്രധാനമന്ത്രിയുടെ പ്രസിഡന്റ് അവരുടെ പ്രവർത്തികളൊക്കെ നമുക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാം, അല്ലെങ്കിൽ വേറെ പല രീതിയിലും ചോദ്യം ചെയ്യാം. പ്രസ് ഫ്രീ ആണ്, അവർക്ക് രാജാവിനെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ പ്രസിഡന്റിനെയോ ഒക്കെ വിമർശിക്കാം. അപ്പൊ അമേരിക്ക നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡന്റ് ഏറ്റവും കൂടുതൽ ലോകത്ത് പവറുള്ള ഒരു പ്രസിഡന്റാണ്. റഷ്യൻ പ്രസിഡന്റ് ഏകാധിപതി ആയതുകൊണ്ടാണ്, ചൈനീസ് പ്രസിഡന്റ് ഏകാധിപതി ആയതുകൊണ്ടാണ്. തിരഞ്ഞെടുക്കപ്പെട്ട രീതിയിൽ വന്ന ജനാധിപത്യ സംവിധാനങ്ങളോട് നീതി പുലർത്തുന്ന സംവിധാനത്തിൽ ഏറ്റവും കൂടുതൽ അധികാരമുള്ള ആളാണ് അമേരിക്കൻ പ്രസിഡന്റ്. മാത്രമല്ല ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വത്തിന്റെ ഉടമകളും അമേരിക്ക തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഭയങ്കര എന്താ പറയുക, ഒരു സിംഹാസനം, ലോക ചക്രവർത്തി തന്നെയാണ് അദ്ദേഹം. ആ സ്ഥാനത്തിരിക്കുമ്പോഴും he is subjected to the rules and regulations of the court. ഇപ്പൊ തന്നെ നമുക്കറിയാം, ട്രംപ് നടപ്പാക്കിയ താരിഫുകൾ കോടതി തെറ്റാണെന്ന് വിധിച്ചു കഴിഞ്ഞു. സുപ്രീം കോടതിയിലേക്ക് അപ്പീലുമായി പോയി. ഇത്രയും അധികാരമുള്ള ട്രംപ് സുപ്രീം കോടതിയുടെ മുമ്പിൽ ദയക്കാൻ നിൽക്കുകയാണ്, ഇതൊന്ന് പരിഗണിച്ചിട്ട് എനിക്ക് തന്നെ അനുവാദം തരണമെന്നും പറഞ്ഞു. ആലോചിച്ച് നോക്കുക. അപ്പൊ there is a check for everything. Every power has a check. ബട്ട് കർത്താവിന്റെ അധികാരത്തിന് ചെക്കില്ല. ഹല്ലേലൂയ. അവിടെ ഒരു നിയന്ത്രണമില്ല. അനിയന്ത്രിതമായ സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപിയായ ആ കർത്താവ് വരുവോളം അധികാരം നിന്റെ കയ്യിൽ ഇരിക്കും. ഇതാണ് കിട്ടിയ അധികാരം. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ലേവിക്ക് കിട്ടിയ പൗരോഹിത്യമോ ജോസഫിന്റെ 2 മക്കളും കിട്ടിയ മെറ്റീരിയൽ ബ്ലെസ്സിംഗ് ഒക്കെ ഇതിന് മുമ്പിൽ നിഷ്പ്രഭമായി പോവുകയാണ്. ഹല്ലേലൂയ. അവിടെ നിന്ന് തീരുന്നില്ല. അവകാശമുള്ള മരുവോളൻ രാജദണ്ഡന്റെ കയ്യിൽ നീങ്ങുകയില്ല, നിന്റെ കാലുകൾക്ക് നിന്ന് മാറിപ്പോവുകയില്ല എന്ന് പ്രവചിച്ച അടുത്ത ഇതിൽ പറയുകയാണ്, മുന്തിരി ജാതികൾ നിന്നെ അനുസരിക്കും. ഹല്ലേലൂയ. ജാതികൾ നിന്നെ അനുസരിക്കും. ആലോചിച്ച് നോക്കുക. അതായത് ഇസ്രായേൽ ജനത മാത്രമല്ല, സർവ്വജാതികൾ നിന്നെ അനുസരിക്കും. എന്തൊരു വലിയ അനുഗ്രഹം! എന്നാൽ ലോകത്തെ സർവ്വജാതികളും നിന്നെ അനുസരിക്കുന്ന യഹൂദയെ, അല്ലെങ്കിൽ യഹൂദയിൽ നിന്ന് ജനിക്കാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗ്രഹിക്കും, അനുസരിക്കും. അത്ര വലിയൊരു അനുഗ്രഹമാണ്. ഒന്നിന് പറയുക ഒന്നായി അനുഗ്രഹങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ നമുക്ക് പറയാവുന്ന രീതിയിലാണ് ഇവിടെ ഈ അനുഗ്രഹങ്ങളുടെ ഒരു പ്രവാഹം നടക്കുന്നത്. അങ്ങനെ യഹൂദയെ അനുഗ്രഹിച്ച് തീർന്നിട്ടും എന്താ പറയുക, ഇസ്രായേലിന് മതിയായില്ല, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന് മതിയായില്ല. യഹൂദെ, നിന്നെ ഞാൻ ഇനിയും അനുഗ്രഹിക്കുന്നു പറയുക. എന്നാൽ നമുക്കറിയാം, യഹൂദ അത്ര നല്ലവനായിരുന്നു. ഇത്രയും അനുഗ്രഹം കിട്ടാനുള്ള ഒരു യോഗ്യത യഹൂദയ്ക്ക് ഉണ്ടായിരുന്നു. അവൻ വ്യക്തിപരമായി അത്ര നല്ല ഒരു ജീവിതശൈലി ഉണ്ടായിരുന്ന ആളാണോ? അല്ല. നമുക്കറിയാലോ, യോസഫിനെ സഹോദരന്മാരെല്ലാം കൂടി കൊല്ലാമെന്ന് തീരുമാനിച്ചു. സത്യത്തിൽ അന്നേരം രൂപേനാണ് മൂത്തവനാ പറഞ്ഞ നമുക്ക് കൊല്ലണ്ട, പുട്ടക്കണിട്ടിടാന്ന്. ശരിക്കും ആ അർത്ഥത്തിൽ രൂപേനാണ് അവിടെ നല്ലവൻ. കാരണം അതിൽ തന്നെ പറയുന്നുണ്ട്, സഹോദരന്മാരൊക്കെ മാറിക്കഴിയുമ്പോൾ അവനെ എങ്ങനെയും രക്ഷപ്പെടുത്താമെന്നായിരുന്നു രൂപേന്റെ ഉദ്ദേശം. പക്ഷെ അന്നേരം ഈ ഏറ്റവും കൂടുതൽ ക്രൂക്കഡായ എന്ന് പറയാവുന്ന യഹൂദ പറഞ്ഞ അവനെ അവിടെ ഇട്ട് കൊന്നിട്ട് എന്താ കാര്യം? നമുക്ക് ഇവരെ ഇതാ ഇസ്മായിലർ വരുന്നുണ്ട്, അല്ലെങ്കിൽ മിസ്രൈമിലേക്ക് പോകുന്ന കച്ചവടക്കാർ വരുന്നുണ്ട്, മിദ്യാന്യരായ കച്ചവടക്കാർ വരുന്നു, നമുക്ക് അവർക്ക് വിറ്റ് അവനെ അടിമയാക്കി വിറ്റ് ആ കാശ് പോക്കറ്റിൽ ഇടാമെന്ന് പറഞ്ഞ് അവനെ വിറ്റ് 20 വെള്ളിക്കാശ് പോക്കറ്റിൽ ഇട്ടോണ്ടാണ് ഈ യൂദ. പക്ഷേ കാലം മാറി, വർഷങ്ങൾ കഴിഞ്ഞു, ആ സഹോദരൻ മിസ്രൈമിൽ പോയി, അറിയുന്നില്ല, അവൻ മരിച്ചു എന്ന് വിചാരിക്കുന്നു. അവസാനം ഇതേ ജോസഫിന്റെ മുമ്പില് അപ്പം ഇരുന്നാൽ ഗോതമ്പ് ഇരുന്ന ചെല്ലിയാണ് ഈ ബാക്കി മക്കള്, ഞങ്ങൾക്കും ഭക്ഷിക്കാൻ എന്തെങ്കിലും തരണേ, നിന്റെ ദാസനായ ഞങ്ങളുടെ അപ്പൻ നാട്ടിൽ അവിടെ ഇതാ വിശന്ന് ചാവാൻ പോകുന്നു, ഞങ്ങളും ഞങ്ങളുടെ കഴുതകളും കുഞ്ഞു കുട്ടികളും പട്ടിണി പരാതി മരിക്കാൻ പോകുന്നു പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ ചരിത്രമൊക്കെ. ജോസഫ് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം ബെന്യാമീനെ പിടിച്ച് തടഞ്ഞു വെക്കുകയൊക്കെ ചെയ്യും, വെള്ളിപ്പാത്രമൊക്കെ കണ്ടുപിടിച്ച്. അപ്പൊ അങ്ങനെ വരുമ്പോ അവിടെ ആ 12 ഗോത്ര അല്ലെങ്കിൽ 11 പേരുടെ തലവനായിട്ട് സ്വയം പ്രഖ്യാപിതനായി വരികയാണ് യഹൂദ. യഹൂദ പറയാണ്, ബെന്യാമിനെ വിട്ടുതരിക, പകരം എന്നെ വെച്ചുകൊടുക. ഹല്ലേലൂയ. അതൊരു വെച്ചുമാറ്റമാണ്. ശരിക്കും കർത്താവ് ചെയ്തത് തന്നെയാണ്. ഈ ലോകത്തെ പിശാചി അടിമയാക്കി വെച്ച് ആദാമിന്റെ സന്തതികളെ നമ്മൾ ഓരോരുത്തരെയും അവനെ അടിമയാക്കി വെച്ച് അവനെ എന്താ പറയുക, കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ പോവാന്നാണ് പറയുന്നത്. അപ്പൊ അതുപോലെ പിശാചി നമ്മെ അന്ധകാരത്തിന്റെ കാരാഗ്രഹത്തിൽ അടഞ്ഞു കിടക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു വന്ന് സാത്രം പറയാ, എന്റെ മക്കളെ എനിക്ക് വിട്ടുതരിക, പകരം നീ എന്നെ എടുത്തോളുക. വാട്ട് എവർ യു വാണ്ട് യു ഡു അപ്പോൺ മീ. നിനക്ക് എന്താണ് പ്രതിഫലം വേണ്ട എന്റെ മക്കളെ തിരിച്ചു തരാൻ, അത് ഞാൻ തിരിച്ചു തരാം. പക്ഷെ അവൻ ഈ പറഞ്ഞ പോലെ ക്രൂരനായ ഷൈലോക്കിന്റെ കൂട്ടാണ്. അവൻ ചോദിക്കുന്ന അത്രയേ ഉള്ളൂ, എനിക്ക് നിന്റെ ചങ്കിലെ ഒരു റാത്തൽ പൗണ്ട് ഫ്ലഷ് ആണ് വേണ്ടത്. ഹല്ലേലൂയ. അതെ, നിന്റെ ചോരയാണ് എനിക്ക് വേണ്ടത്. ക്യാൻ യു ഗിവ് മീ ദാറ്റ്? ഒരിക്കലും കിട്ടില്ല, അല്ലെങ്കിൽ ഒരിക്കലും തരില്ല.
തന്റെ സ്വന്തം പുത്രനെ ഒരിക്കലും മരണത്തിന് പിതാവ് ഏൽപ്പിച്ചു കൊടുക്കില്ല എന്ന് നന്നായി അറിയാവുന്ന സാത്താൻ അഥവാ ലൂസിഫറിന് അറിയാം ഇത് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ആദാമിന്റെ മക്കൾ ഒരിക്കലും രക്ഷപ്പെടാൻ പോകില്ല, കാരണം അവരുടെ അടിമയാണ്. പക്ഷെ അവന് തെറ്റി. ദൈവത്തിന്റെ അനന്തമായ രക്ഷാപദ്ധതിയിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിൽ വെച്ച് പറഞ്ഞതാണ് സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കുമെന്ന്. അന്ന് അവൻ വിചാരിച്ചില്ല അത് അവൻ വിചാരിച്ച് മനുഷ്യരിൽ നിന്ന് തന്നെ വരുന്ന ഒരു സന്തതി ആയിരിക്കുമെന്നാണ്. അതുകൊണ്ടാണല്ലോ അവനിങ്ങനെ ഓരോ സമയത്ത് ഓരോരുത്തരെ നശിപ്പിക്കാൻ ശ്രമിച്ചു. അതൊരു നീണ്ട കഥയായതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ അവൻ ഓരോ സമയത്തും ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്ത് ഇവനാണോ സന്തതി, ഇവനാണോ സന്തതി, ഇവളാണോ ആ സ്ത്രീ, ഇവളാണോ ഈ സ്ത്രീ എന്ന് വിചാരിച്ച് പല പല സ്ത്രീകളെയും അവനിങ്ങനെ ഇസ്രായേലിന്റെ യാക്കോബിന്റെ മകള് തന്നെ നശിപ്പിച്ചു കളയുന്ന സംഭവം നമുക്കറിയാം. അവളിൽ നിന്ന് ഇനി ഒരു സന്തതി ഉണ്ടാകരുത്, അതുകൊണ്ട് അവളെ നശിപ്പിച്ചു കളഞ്ഞു. അതുപോലെ ഓരോ അനേക സ്ത്രീകളെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിശാചിന് സംശയം തോന്നുന്നവരൊക്കെ അവൻ നശിപ്പിച്ചു കളയും. പക്ഷേ ഇവന്റെ പദ്ധതിക്കെല്ലാം അപ്പുറത്ത് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിയിലാണ് അവൻ പറഞ്ഞത് ഇനി ഇവൻ വിലയ്ക്ക് വാങ്ങിയാണ്, അതുകൊണ്ട് ആ സന്തതിയിൽ കൂടെ നമുക്ക് രക്ഷ വരികയാണ്. യൂദ ഇവിടെ ഒരു പകരക്കാരനായി മാറാൻ തയ്യാറാകുവാണ്. യോസേഫ് പറയാണ്, ബാലനെ വിട്ടു തന്നാലും ഞാൻ അവന് പകരമായി ജയിലിൽ കൊടുന്നോളാം, ഇവര് പോട്ടെ. അല്ലെങ്കിൽ ഞങ്ങളുടെ വൃദ്ധനായ പിതാവ് ഈ ബെന്യാമീന്, യോസഫിനെ ആയിരുന്നു ഏറ്റവും ഇഷ്ടം ബെന്യാമീന്. അപ്പൊ അതുകൊണ്ട് ബെന്യാമീനെ കൂടെ ചെന്നാൽ ഞങ്ങളുടെ പിതാവ് മരിച്ചു പോകും, അതുകൊണ്ട് ഞാൻ അവന് വേണ്ടി ജയിലിൽ കിടക്കാന്ന് പറഞ്ഞു. അതൊരു ടേണിംഗ് പോയിന്റ് ആണ്. യഹൂദയുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണത്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഈ യഹൂദയെ കുറിച്ച് പഠിക്കുമ്പോൾ, നമ്മൾ ലേവിയെ കുറിച്ച് പഠിച്ചപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ട്. ശപിക്കപ്പെട്ടവനായിരുന്നു ലേവി, ശപിക്കപ്പെട്ടവൻ. അവന്റെ മീറ്റിങ്ങുകളിൽ കൂടരുത്, അവന്റെ മനസ്സിന്റെ മന്ത്രങ്ങളിൽ കൂടരുത്, അവൻ പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ പോകരുത്, അവൻ പോകുന്ന ഒരു കുടുംബ യോഗത്തിൽ നീ പങ്കെടുക്കരുത്, അവനുമായിട്ട് വിവാഹബന്ധം ചെയ്യരുത്. ഇങ്ങനെയുള്ള എല്ലാ ശാപത്തിന് തൊട്ടുമുമ്പ് 2 വാക്യത്തിൽ അവൻ പഠിച്ചതാ. പക്ഷെ ആ ലേവി പുറപ്പാടിന് ശേഷം മരുഭൂമിയിൽ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ച വിഷയം വന്നപ്പോൾ മോശ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറിയും കെട്ടേന്ന്. ഹല്ലേലൂയ. ലേവി മക്കളും മുഴുവൻ അങ്ങ് മാറിയുന്നു. അതോടെ ഒരു ശാപം പോയി. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ശാപം മാറാനുള്ള ഏക ആശ്രയം കാൽവറി ക്രൂശ് മാത്രമാണ്. കാരണം ക്രൂശിൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവർ. എന്റെയും നിന്റെയും ശാപം ഏറ്റെടുത്ത് കാൽവറി ക്രൂശിൽ അവൻ നമുക്കായി ക്രൂശിക്കപ്പെട്ടു. നമ്മുടെ ശാപങ്ങൾ അവൻ ഏറ്റെടുത്തു. ഇവിടെ ജോസഫിന്റെ മുമ്പിൽ യഹൂദ സ്വയം ശാപം ഏറ്റുവാങ്ങിയാണ്. തന്റെ കുടുംബത്തിന്റെ, താനും തന്റെ മാതാപിതാക്കളോ ആരെങ്കിലും ഒക്കെ ചെയ്തു പോയ, അല്ലെങ്കിൽ തന്റെ സഹോദരന്മാർ എല്ലാവരും കൂടി ചെയ്തു പോയൊരു മഹാപാതകം അവരുടെ തലയിലുണ്ട്. അവർ സ്വന്തം സഹോദരനെ കൊന്നവരാണെന്ന് വേണമെങ്കിൽ പറയാം. കൊല്ലാൻ വേണ്ടി അടിക്കുകയും തല്ലുകയും ഒക്കെ ചെയ്തു. മരിച്ചില്ല എന്നേ ഉള്ളൂ, പക്ഷേ തിയററ്റിക്കലി അവനെ കൊന്നു. ഹല്ലേലൂയ. അബ്രഹാം ഇസ്ഹാക്കിനെ ബലി കഴിച്ചു എന്നാണ് എബ്രായ ലേഖനത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നത്. പക്ഷെ അക്ഷരികമായി അങ്ങനെ ബലി നടന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷെ അവനെ കൊണ്ടുപോയി കെട്ടി വരിഞ്ഞ് കൈകാലുകൾ വരിഞ്ഞ് മുറുക്കി കത്തിയെടുത്ത ആഞ്ഞിതാണ്. ഹല്ലേലൂയ. സോ ഇൻ ഓൾ സെൻസ് എബ്രഹാം സാക്രിഫൈസ്ഡ് ഐസക്. അതുപോലെ തന്നെയാണ് ഇവിടെ ഇൻ ഓൾ സെൻസ് ദേ കിൽഡ് ദെയർ ബ്രദർ ജോസഫ്. പക്ഷെ ആ സമയത്ത് അതിൽ കൂട്ടാളിയായിരുന്ന് അവന് അടിമത്വത്തിലേക്ക് വിറ്റ് കളഞ്ഞ യൂദയാണെങ്കിലും അവൻ അവസാനം വീണ്ടും ഒരു നിർണായ വിഷയം വന്നപ്പോൾ ഇനിയൊരു പാപം, ഇനിയൊരു ദുഃഖം എൻ്റെ അപ്പന് കൊടുക്കരുത് എന്ന് പറഞ്ഞ് എന്താ പറയാ, അവൻ ആ ഒരു പശ്ചാത്താപത്തിന്റെ മാനസാന്തരത്തിലിട്ട് ഞാൻ ജയിലിലേക്ക്, കാരാഗ്രഹത്തിൽ പോകും. എത്ര ക്രൂരവും കൊടിയുമാണെന്നായിരിക്കണം. ഇന്നത്തെ കാലത്ത് പോലും ജയിൽ എന്ന് പറഞ്ഞാൽ, പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരുവിധം ധൈര്യമുള്ളവർക്ക് ഒന്നും അതിനകത്ത് കയറി ചെല്ലാൻ പറ്റില്ല. നമുക്കൊന്നും കേരളം ഇന്ത്യയുടെ അവസ്ഥയാണെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ്റെയോ അല്ലെങ്കിൽ ഒരു വക്കീലിന്റെയോ ഒരു വലിയൊരു പണക്കാരൻ്റെയോ ഒന്നും അകമ്പടി ഇല്ലാതെ ഇന്ന് ഒരു പോലീസ് സ്റ്റേഷനിൽ കയറാൻ ആളുകൾക്ക് പേടിയാണ്, ഭയമാണ്. കാരണം അത്രയ്ക്കും ഭയങ്കരമാണ് അതിന്റെ അവസ്ഥകൾ. അപ്പോ ഇന്നും നമുക്കറിയാം മിഡിൽ ഈസ്റ്റുകളിലൊക്കെ ജയിലിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ വളരെ കഷ്ടമാണ്. അവിടെ ഒരു മനുഷ്യ ജീവിതമല്ല അവർക്കുള്ളത്, ഒരു മൃഗീയമായ ജീവിതമാണുള്ളത്. നമ്മുടെ നാട്ടിലെ പോലെ സുഖലോലുപതയിലാണ് ജീവിക്കുന്നത് വിചാരിക്കുന്നത്. അപ്പോ അങ്ങനെയെങ്കിൽ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് എത്രയോ കഷ്ടമായിരിക്കും ജയിൽ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ ആ ഭീകരമായ തടവറ ജീവിതം സ്വയം ഏറ്റെടുത്തുകൊള്ളാം, എന്നാലും ബാലനെ വിട്ടുതരണം എന്ന് പറഞ്ഞ് ആ യൂദ. മാത്രമല്ല അതിനുശേഷം നാം കാണുന്ന ഉൽപ്പത്തി കൂടെ നാം സഞ്ചരിച്ച് നമുക്ക് കാണാം, ആ കുടുംബത്തിന്റെ യോസഫിന്റെ ഇല്ലാത്ത അവസ്ഥയിൽ രൂബേൻ ചില കാരണങ്ങളാൽ അപ്പനുമായി ആകുന്നു. അത് നമ്മൾ പഠിച്ചതാണ്. അവൻ അപ്പന്റെ കിടക്കയെ മലിനമാക്കി ശാപമേറ്റവനാണ്. അതുകൊണ്ട് ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ പിന്നെ യൂദയാണ് ആ കുടുംബത്തിന്റെ ഒരു എന്താ പറയാ ആദ്യജാതന്റെ റോഡിലേക്ക് സ്വയം കടന്നു വരുന്നത്.
അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് നാം പഠിക്കണം. അവൻ ആ കുറ്റകൃത്യം ഏറ്റെടുത്തു. നാം കാര്യം ബൈബിൾ കാണുന്നില്ലെങ്കിലും കാണാത്തില്ല പല കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു മാനസാന്തരമുണ്ടായി, പശ്ചാത്താപമുണ്ടായി. ഈ മാനസാന്തരവും പശ്ചാത്താപമാണ് എനിക്കും നിനക്കും ആവശ്യമുള്ളത്. നാം പാപികളായിരുന്നിരിക്കാം, ആയിരുന്നു. പക്ഷേ ദൈവത്തിന്റെ അനന്തമായ പ്ലാനും പദ്ധതിയിലും അനന്തമായ ഒരു രക്ഷാകര പദ്ധതിയിൽ ഞാനും നീ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് നാം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. ആ ക്രിസ്തുവിന്റെ ആ രക്ഷാകരമായ പദ്ധതിയിലെ കാൽവറി ക്രൂശിലെ മരണമാണ് അതിന്റെ നിർണായകമായ, അതിന്റെ ഏറ്റവും പാരമ്യത്തിലുള്ള കാര്യം. അതിൽ ഏറ്റുപറഞ്ഞ് എനിക്ക് വേണ്ടി പകരക്കാരനായി അവൻ മരിച്ചു എന്ന് വിശ്വസിക്കുമ്പോഴാണ് നാം രക്ഷയുടെ ധർമ്മത്തേക്ക് അടുക്കുന്നത്, അല്ലെങ്കിൽ നാം രക്ഷിക്കപ്പെടുന്നത്. അതൊരു മിസ്റ്ററിയാണത്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമുക്ക് വീണ്ടും അനുഗ്രഹത്തിലേക്ക് തിരിച്ചു വരാം. ഇവിടെ പറയുകയാണ് ജാതികൾ നിന്നെ അനുസരിക്കും. അപ്പൊ യഹൂദയുടെ സ്ഥാനം വളരെ കൂടി വന്നു. അവന്റെ അവന്റെ പൊസിഷൻ മാറി. ആദ്യജാതികളുടെ അവകാശങ്ങളിലേക്ക് കടന്നു വന്നു. ആ 12 ഗോത്രങ്ങളിൽ 11 ഗോത്രങ്ങൾക്കുള്ളതിനേക്കാളും ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ സർവ്വസമ്പൂർണമായ അധികാരങ്ങളിലേക്ക് അവൻ കടന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ തീരുന്നില്ല. ജാതികൾ നിന്നെ അനുസരിക്കും. അതെ, ജാതികൾ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുസരിക്കും. ഈ ലോകം മുഴുവൻ അവന്റെ മുമ്പിൽ കൊണ്ടുവരും. അതായത് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും അവന്റെ മുമ്പിൽ മടങ്ങും. അതെ, എല്ലാ നാവും അവൻ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരു നാൾ വരും. അത് ഇന്ന് നമുക്ക് തോന്നുമ്പോൾ ലോകമെല്ലാം ഇങ്ങനെ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തിൽ നിന്ന് അകന്നുപോയി മാറിപ്പോയ ഒരു ജനതയാണ് നാം കാണുന്നത്. പക്ഷേ നമുക്കറിയാം, ഈ ഒരു നാൾ അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമായി വരും. അവൻ ഈ ഭൂമിയിൽ 1000 ആണ്ട് നിലനിൽക്കുന്ന ഒരു വാഴ്ചയ്ക്കായി ഇറങ്ങി വരാൻ സമയമായി. മധ്യാകാശത്തിൽ തന്നെ സഭയെ ചേർക്കാൻ, ഉൾപ്രാണത്തിൽ കൂടെ സഭയെ ചേർക്കാനുള്ള കാലം വന്നിരിക്കുകയാണ്. അതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഒത്തുവന്നിരിക്കുമ്പോൾ നാം വിശ്വാസികളായി നമുക്ക് യാതൊരു പ്രശ്നവും വേണ്ട. നാം കർത്താവായ യേശുവിനെ കർത്താവിന്റെ രക്ഷിതമായി ചെയ്ത് നമുക്ക് അവർക്കും ഒരു പ്രത്യാശയുണ്ട്. അവൻ മധ്യാകാശത്തിൽ വരുമ്പോൾ നാം അവന്റെ അടുത്തേക്ക് അവന്റെ മണവാട്ടിയായി എടുക്കപ്പെടും. ആ മണവറയിൽ അവനോട് കൂടെ നാമം ഉണ്ടാവും. ഹല്ലേലൂയ. നമുക്ക് ഇന്നത്തെ ആ ചിന്തകൾ ഇവിടെ നിർത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതേ വിഷയവുമായി നമുക്ക് വീണ്ടും അടുത്തയാഴ്ച കടന്നു വരാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.